നമസ്കാരം, ഇൻസ്റ്ററിലേക്ക് സ്വാഗതം. ഇറാന്റെ ആണവശക്തി കാലിയാക്കുന്ന ഒരു നടപടിയിലേക്ക് നെതന്യാഹു കടക്കുന്നു. ഒരു കാലത്തും ആണവശക്തിയായി ഇറാൻ ഉയർന്നു വരില്ല എന്നുള്ള ശപഥം തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിൽ സാക്ഷിയാക്കി നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. മറുഭാഗത്ത് ഇസ്രയേലിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് അവർ വ്യക്തമാക്കി പറയുന്നു, 12,500-ലധികം ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ഇതിനോടകം തന്നെ തകർത്തെറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് ഒക്ടോബർ 7 ആരംഭിച്ച ഈ സൈനിക നീക്കം അവസാനിക്കുന്ന അന്ന് താൻ രാജ്യപ്രഖ്യാപനം മുന്നോട്ട് വയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സൈനിക നീക്കത്തിലേക്ക് പ്രതിരോധ കമാൻഡർ ഹർസി ഹലേവി രംഗത്ത് വന്നിരിക്കുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും ഇസ്രയേലിൽ നിന്നും ഏറ്റവും ഒടുവിലായി വെടിനിർത്തലിന് ശേഷം പുറത്തു വന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇറാനെ ഒരു ആണവശക്തിയായി മാറുന്നതിനെ തടയാൻ സാധ്യമായതെല്ലാം തന്നെ താൻ എന്ത് വില കൊടുത്തും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലവിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് മേൽ പലതരത്തിലുള്ള ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് തുറന്നു കഴിഞ്ഞാൽ അണവായുധം വികസിപ്പിക്കാനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്ന് ഇറാൻ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഉപരോധങ്ങളെയൊക്കെ തന്നെ എടുത്തു കളഞ്ഞാൽ തങ്ങൾ പിന്നെ അണവായുധ നിർമ്മാണത്തിലേക്കോ അതിൻ്റെ പരിവേഷണത്തിലേക്കോ ഒന്നും തന്നെ പോകില്ല എന്നാണ് ഒരു സമ്മാനമെന്ന രീതിയിൽ അവർ പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അവർ അങ്ങനെ തുടർന്നാലും അതിനെ പൂർണ്ണമായും നിരായുധീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും 100% ഉണ്ടാകുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ഉറപ്പ് കൂടിയാണ് ഇവിടെ നൽകുന്നത്. ഇതിന് പിന്നാലെ നെതന്യാഹു നൽകിയിരിക്കുന്ന ഈ പ്രതികരണത്തെ വലിയ പ്രതീക്ഷയോടെയാണ് ഇസ്രയേലി ജനത നോക്കിക്കാണുന്നത്. ഇറാൻ ഒരു ആണവശക്തിയായി മാറുന്നത് തടയാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഇസ്രയേൽ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം തന്നെ ചെയ്യും. ആണവായുധം മറ്റൊരിടത്തു നിന്നും വാങ്ങാൻ അവരെ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് ഇസ്രയേലി മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലൂടെ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ലെബനുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട ഘട്ടത്തിൽ ഇറാനിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തി തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, ഈ ഹിസ്ബുള്ളയും ലെബനുമായി ബന്ധപ്പെട്ട സിറിയ അതിർത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ പരിഹരിക്കൂ വളരെ വേഗത്തിൽ, ഹമാസുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഏർപ്പെടാതിരിക്കൂ, അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകൂ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട് സുഹൃത്തേ എന്ന് പറഞ്ഞത് ഇറാനെ സംബന്ധിച്ചുള്ള നീക്കങ്ങളായിരുന്നു. അധികാരത്തിലെത്തിയാൽ ജനുവരി 20 ശേഷം സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, ഇറാനുമേൽ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന ഉപരോധങ്ങളും വിലക്കുകളും ഒക്കെ തന്നെയാണ് ഇനി ലോകം വീക്ഷിക്കാനായി പോകുന്നത്. ഏത് രീതിയിലായിരിക്കും നെതന്യാഹു ഇനി ആണവായുധം വികസിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ ചെറുക്കുന്നത് എന്ന കാര്യം ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ഇസ്രയേലിന് നേർക്ക് ഇറാൻ പലതവണയായി മിസൈൽ ആക്രമണം നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ടത് 2 തവണ. ആ 2 തവണ 188 മിസൈലുകളെ, 200ഓളം മിസൈലുകളുടെ ആക്രമണത്തെ ഫലപ്രദമായി ഇസ്രയേൽ ചെറുത്തുനിന്ന് തോൽപ്പിച്ചുവെങ്കിലും ആണവായുധ പരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ അത് വലിയ വിനാശകരമായ ഒരു വസ്തുതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്ന് കൃത്യമായി ഇസ്രയേലിന് അറിയാം. അതുകൊണ്ടാണ് ഇറാനെ അത്തരത്തിലൊരു വികസന പ്രവർത്തനത്തിലേക്ക് നയിക്കാൻ വേണ്ട എല്ലാ ഘടകങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളുടെയും ഇറാൻ ജനറലിന്റെയും മരണത്തിനുള്ള പ്രതികാര ആക്രമണമായിരുന്നു അതെങ്കിൽ ആ രീതിയിൽ മാത്രമേ ഇസ്രയേലും അതിനെ നോക്കി കണ്ടിട്ടുള്ളൂ. തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം ആണവ നയത്തിൽ പോലും മാറ്റം വരുത്തുമെന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിലെത്താനിരിക്കെ ഇറാനുമേൽ കൂടുതൽ ഉപരോധം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ കൂട്ടത്തിൽ തന്നെയാണ് ഏത് തരത്തിലും തങ്ങൾക്ക് പിടിച്ചു നിൽക്കുക, ഒരു പിടിവള്ളി എന്ന രീതിയിൽ ഇറാൻ ഇങ്ങനെയൊരു തന്ത്രം പുറത്തേക്ക് എത്തിക്കുന്നത്. മറുഭാഗത്ത് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ വെള്ളിയാഴ്ച പ്രാബല്യത്തിൽ വരുന്നതായി കാണുമ്പോൾ കഴിഞ്ഞ 14 മാസത്തിനിടയിൽ യുദ്ധത്തിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണമാണ് ഇസ്രയേൽ നൽകുന്നത്. ലെബനൻ ആസ്ഥാനമായിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പിനെതിരെ നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായൊരു സൂചന ഇപ്പോൾ ഇസ്രയേൽ സൈന്യം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. IDFിന്റെ ഡേറ്റ അനുസരിച്ച് 2023 ഒക്ടോബർ 8 അതിർത്തിയിലെ ഇസ്രയേലി കമ്മ്യൂണിറ്റികൾക്കും സൈനിക പോസ്റ്റുകൾക്കും നേരെയായിരുന്നു ഹിസ്ബുള്ളയുടെ ദിവസേനയുള്ള ആക്രമണം. അതിനുശേഷം 1600 കമാൻഡ് സെന്ററുകളും 1000 ആയുധ ഡിപ്പോകളും ഒപ്പം 12,500 ഹിസ്ബുള്ള ലക്ഷ്യ കേന്ദ്രങ്ങളെയും ഇസ്രയേൽ സേന തകർത്തെറിഞ്ഞുവെന്നാണ് പറയുന്നത്. സെപ്റ്റംബറിൽ തുടങ്ങിയ കരയുദ്ധത്തിൽ 14 DF ബ്രിഗേഡ് തലത്തിലുള്ള ടാസ്ക് ഫോഴ്സ് പങ്കെടുത്തതായും പ്രത്യേകമായി 100-ലധികം പ്രത്യേക ഓപ്പറേഷനുകൾ നടത്തിയതായിട്ടുമാണ് സൈന്യം പറയുന്നത്. 2,500 ഹിസ്ബുള്ള പ്രവർത്തകരുടെ മരണം 3,500-ന് അടുത്തായിരിക്കുമെന്ന് കണക്കാക്കിയെങ്കിലും അത് ഏറ്റവും കൂടുതൽ ഉയർന്ന നിലയിൽ തന്നെയാണെന്നുള്ള ആത്മവിശ്വാസം IDFും പങ്കുവയ്ക്കുന്നുണ്ട്. മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളിലെ 100-ലധികം അംഗങ്ങൾ ലെബനിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ലെബനീസ് ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച സ്ഥിരീകരിക്കാത്ത ഒരു ഡേറ്റ അനുസരിച്ചുകൊണ്ട് 2023 ഒക്ടോബർ 8 മുതൽ ഇസ്രയേലി നടപടികളിൽ 3,823 പേർ കൊല്ലപ്പെട്ടുവെന്നാണ് പറയുന്നത്. അതിൽ സാധാരണ ജനങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കാമെന്നുള്ള ഒരു സംശയം കൂടുതൽ ഉയരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇസ്രയേൽ കൊന്നൊടുക്കിയ ഹിസ്ബുള്ള നേതാക്കളുടെ എണ്ണം 4,000 വരെ ആയിരിക്കുമെന്നാണ് ഹിസ്ബുള്ളയോട് അടുത്തുള്ള വൃത്തങ്ങൾ പോലും പങ്കുവയ്ക്കുന്ന ഒരു വിഷയം.
അതിൽ ഭൂരിഭാഗവും ഇക്കഴിഞ്ഞ 2 മാസത്തിനിടയിൽ നടന്ന അതിതീവ്രമായ ആക്രമണത്തിൽ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഏറെക്കുറെ 3000-നടുത്ത് നേതാക്കളെയും കൊലപ്പെടുത്താൻ, ഹിസ്ബുള്ള പോരാളികളെയും കൊലപ്പെടുത്താൻ കഴിഞ്ഞത് 2-3 മാസത്തിനിടയിൽ തന്നെയാണ്. ഗാസയിൽ ഏറ്റവും അധികം സിവിലിയൻ നിരക്ക് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 44,000-ലധികം സാധാരണ ജനങ്ങൾ മരണപ്പെട്ട ഒരു വസ്തുത ഉണ്ടായിരുന്നു. അതിൽ തികച്ചും വ്യത്യസ്തമായ ഒരു നീക്കം തന്നെയാണ് ലെബനൻ നടത്തിയത്. ആ നീക്കത്തിൽ കൂടുതലായും 90%-നടുത്തും ഹിസ്ബുള്ള ഭീകരരെ കൊലപ്പെടുത്താൻ തങ്ങൾക്ക് കഴിയുന്നുവെന്ന അവകാശവാദമാണ് ഇസ്രയേൽ ഉയർത്തുന്നത്. മരിച്ചതിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദീർഘകാല നേതാവായിട്ടുള്ള, സ്ഥാപക നേതാവായിട്ടുള്ള ഹസൻ നസ്രല്ല അടക്കം ഉൾപ്പെടുന്നു. ഉന്നത നേതൃതലത്തിലെ 13 അംഗങ്ങൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി ഇസ്രയേലിന് എടുത്തു കാട്ടാൻ കഴിയുന്നത്. മരിച്ചവരിൽ ഡിവിഷൻ തലത്തിലുള്ള 4 ഹിസ്ബുള്ള കമാൻഡർമാർ, 24 ബ്രിഗേഡ് ലെവൽ കമാൻഡർമാർ, 27 ബറ്റാലിയൻ കമാൻഡർമാർ, 63 കമ്പനി കമാൻഡർമാർ, 22 പ്ലറ്റൂൺ കമാൻഡർമാർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് ഒരു ഭീകരമായ രീതിയിൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ഏറെ തളർത്തിക്കളഞ്ഞ ഒരു വിഷയം. സംഘർഷത്തിനിടയിൽ ഏകദേശം 12,000 സ്ഫോടക വസ്തുക്കളും ഡ്രോണുകളും പിടിച്ചെടുത്തുവെന്നാണ് IDF തന്നെ പറയുന്നത്. 13,000-ലധികം റോക്കറ്റ് ലോഞ്ചറുകൾ, ടാങ്ക്, വിമാനവേധ മിസൈൽ സംവിധാനങ്ങൾ കൂടാതെ 1,21,000-ലധികം ആശയവിനിമയ ഉപകരണങ്ങളും കമ്പ്യൂട്ടറുകളും ഒക്കെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച വളരെ വൈകി പ്രഖ്യാപിച്ച ഈ വെടിനിർത്തൽ കരാർ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള 14 മാസത്തെ സംഘർഷത്തെ താൽക്കാലികമായി ഒന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി പ്രകോപനമില്ലാത്ത ഇറാൻ പിന്തുണയുള്ള ഭീകര സംഘം ഇനിയൊരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ അതിനെ ശക്തമായി തന്നെ തച്ചുടയ്ക്കുമെന്നാണ് ഇസ്രയേൽ ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഒക്ടോബർ 8-ാം തീയതി 2023 ഇസ്രയേലിലേക്ക് വെടിയുതിർക്കാൻ തുടങ്ങിയ സമയം മുതൽ തന്നെ ഗാസയിലെ പലസ്തീനുകളുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ ആക്രമണങ്ങളൊക്കെ ഒരു ഭീകരാക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നു. നിരന്തരമായി നടത്തിയ ആക്രമണങ്ങൾ വടക്കൻ ഇസ്രയേലിലെ ഏകദേശം 60,000-ലധികം നിവാസികളെ, അവിടുത്തെ ആളുകളെ കുടിയിറക്കാനായി നിർബന്ധിതരാക്കി. അതോടൊപ്പം തന്നെ ഒക്ടോബർ 7-ന് നടന്ന ആക്രമണത്തിൽ സൈന്യം അന്വേഷണം പൂർത്തീകരിച്ചാൽ മറുഭാഗത്ത് രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലുമായി IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറലായിട്ടുള്ള ഹെർസി ഹലേവി കൂടി രംഗത്ത് വരികയാണ്. തൻ്റെ നീക്കം, തൻ്റെ ഉദ്ദേശം, തൻ്റെ ലക്ഷ്യം അതൊക്കെ തന്നെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രാജ്യസേവനത്തിൽ നിന്നും വിരമിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതും. അന്വേഷണത്തിൻ്റെ അവസാനം ഞങ്ങൾ വ്യക്തിപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളും. കമാൻഡർമാർ ഞാൻ മുതൽ ഉത്തരവാദിത്വം നിർവഹിക്കും. നിങ്ങൾക്ക് കൂടുതൽ ചിത്രം വ്യക്തമാകുന്ന ഒരു സമയം എത്താൻ പോകുന്നതേയുള്ളൂ, അതിനുള്ള സമയമായിരിക്കുന്നുവെന്നാണ് വ്യക്തമാക്കുന്നത്. സൈന്യത്തിന് കൂടുതൽ മുതിർന്ന നിയമനങ്ങൾ നടത്താനുള്ള ഒരു അവസരം കൂടിയാണ് താൻ തുറന്നു നൽകുന്നത്. വളരെ വേഗത്തിൽ തന്നെ താൻ ഇവിടെ നിന്നും പടിയിറങ്ങാൻ പോകുന്നുവെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നീക്കം വളരെ പെട്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള ആശങ്ക ഹമാസിനിടയിലും ഹിസ്ബുള്ളയ്ക്കിടയിലും ഉയരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.